നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, നിന്നെ എനിക്ക് നന്നായി അറിയാം. ദൈവിക പ്രീതിക്ക് ദൈവസന്നിധിയിൽ നമ്മെ സമ്പൂർണമായി സമർപ്പിക്കണമെന്ന പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവിക പ്രീതി നേടണമെങ്കിൽ കൽപ്പനകൾ പാലിക്കണം, അവിടുത്തെ വഴിയെ നടക്കണം. ജീവനും നന്മയും മരണവും തിന്മയും നിൻ്റെ മുമ്പിലുണ്ട്. ജീവനാണ്, നന്മയാണ് നീ ആഗ്രഹിക്കുന്നത്, എൻ്റെ കൽപ്പന പാലിക്കുക, എൻ്റെ മാർഗമറിയുക എന്ന് പറയുന്നുണ്ട്. അവിടുത്തെ മാർഗമറിഞ്ഞുകൊണ്ട് അവിടുത്തെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നാം ദൈവത്തിൻ്റെ പ്രീതി നേടി.